Neethu's Academy, India's #1 language academy. I think ഒരു വളരെ പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വേദിയൊക്കെ നമ്മൾ ഇത്രയും നേരമൊക്കെ എല്ലാവരും ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും ആ പ്രവർത്തനത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം കൊണ്ടാണ് ഇത്രയും നേരം നമ്മളെല്ലാവരും കൂടി അത് കേട്ടു ഒരു രസത്തോട് ഫാമിലിയോട് ഇരുന്ന് പോകുന്ന പോലെ പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഓരോരുത്തർക്കും നമ്മളെല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. അത് ചിലപ്പം നമ്മൾ മാറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഭംഗിയായി നമുക്ക് തോന്നും. കാരണം നമ്മൾ അതുമായിട്ട് കമ്മ്യൂണിസം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. കമ്മ്യൂണിസം ഇന്നത്തത് കമ്മ്യൂണിസത്തിൻ്റെ പാർട്ടല്ല, അതിന് കുറേ വ്യത്യാസമായി പോകുന്നു പറഞ്ഞു. ഞാനും നിങ്ങൾ ബൈത്ത് റഹ്മാൻ എന്നൊക്കെ പറയുന്ന ഓരോരോ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ പോയിട്ടും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ളത് മാത്രമല്ല, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭംഗിയായ വളരെ പ്ലസൻ്റായിട്ട് ഐ വാണ്ടഡ് ടു താങ്ക് യു. അതായത് ഫൈസൽക്ക് ഇങ്ങനെ ഒരു പേഴ്സണെ ഇവിടെ കൊണ്ടുവന്ന് ഇത്ര പേരും സംസാരിക്കുമ്പോഴും നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരും നമ്മൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്ന പോലെ ഇവിടെ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അത്രയും പ്ലസൻ്റായ ഒരു വേദിയാണ്. അതിൻ്റെ ഉള്ളുദ്ദേശം ഇത് തന്നെയാണ്. നമ്മളെല്ലാം പ്ലസൻ്റ് ആകുക, അദ്ദേഹത്തിനെ വിളിക്കുക, ഒന്ന് അഭിനന്ദിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പറഞ്ഞതിൽ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. ഇത് ഞാനൊരു പൊതുവായി പറയുന്നതാണ്, നിങ്ങൾ എതിർത്തല്ല പറയുന്നത്. ഞാൻ ഐ എം വിത്ത് യു. ഞാൻ നിങ്ങൾ ബൈത്ത് റഹ്മാനിലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ, അത് അവരുടെ ഡെസിഷനാണ്. അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചിലർക്ക് വ്യത്യാസമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഈ വേദി ഒരു നല്ല വേദിയാണ്. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അറിവിനെ ഞാൻ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഇൻ്റലിജൻസാണ് നമ്മൾ കണ്ടത്. കേരളക്കാരന് മാത്രമുള്ള ഒരു സാധനമാണ്, കേരളത്തിൽ നിന്ന് ജനിച്ച ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സാധനമാണ് അത്. അപ്പം അത് ടാലൻ്റായിട്ട് ലോകം ഒട്ടാകെ എത്തട്ടെ. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം അവർക്കുണ്ട്. ഐ തിങ്ക് ഹി ഷുഡ് ഗ്രോ അപ്പ് ദ മാക്സിമം. 55 തീർച്ചയായിട്ടും നമ്മളൊക്കെ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിൽ എൻജോയ്, ഡെഫിനറ്റ്ലി വിൽ എൻജോയ്. ഐ തിങ്ക് വിൽ കൺക്ലൂഡ് ദിസ്. ഡോക്ടറെ, നല്ല വാക്കുകൾ, ഇതാണ് വേണ്ടത്. ഈ നല്ല വാക്കുകളിൽ നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുള്ളവരാണ്, രാഷ്ട്രീയമില്ലാത്തവരാരുമില്ല. പക്ഷേ രാഷ്ട്രീയം പൊതു ചർച്ചയാവുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നവുമില്ല. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു, അതിന് കൃത്യമായ മറുപടി തന്നുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ. ആരും മുഖ്യമന്ത്രി ആയാലും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് വേണ്ടത് നല്ല ഭരണമാണ് വേണ്ടത്. അതാണ് നമ്മൾ കാണുന്നത്. അകലെ നമുക്ക് നമ്മുടെ ഗസ്റ്റുകൾ, നമുക്ക് സ്പോൺസേഴ്സിന് മൊമെൻറ്റോ കൊടുക്കലാണ് അടുത്ത ചടങ്ങ്. എവിടെ മാറി നിൽക്കുന്ന? കുറേ നേരം എന്തായാലും മൈക്ക് നിന്നിട്ട് മാറി നിൽക്കുക അല്ലേ? അത് നടക്കില്ല. നമുക്ക് നമ്മുടെ ഗസ്റ്റുകളെ ഉറപ്പായിട്ടും അവരില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ശരിക്കും ഇന്ന് ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമം ആയുസ്സും ഓർക്കുന്നീ. ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ നമ്മൾ തന്നെ സൃഷ്ടിക്കണം. ജയിപ്പിച്ചിട്ട ഒരു ഫോട്ടോ ഡോക്ടറെ മടുപ്പിക്കുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സായാഹ്നം ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ചത് നമ്മുടെ സ്പോൺസേഴ്സ് ആണ്. അവരോടുള്ള ഒരു ടോക്കൺ ഓഫ് ലവ്, അപ്രീസിയേഷൻ അത് നമ്മൾ കൊടുക്കുകയാണ്. ആദ്യമായി വിളിക്കാനുള്ളത് ഒരു മടിയും കൂടാതെ ഫൈസൽക്ക വിളിച്ചപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിക്കേണ്ട, ഞാനുണ്ട് ഫൈസൽക്ക എന്ന് പറഞ്ഞ നമ്മുടെ എമിറേറ്റ്സ് ഫസ്റ്റിന്റെ സവാദ് ഭായ് എവിടെ ഉണ്ടല്ലോ. നല്ല കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഒരു മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് അഖിൽ മാരാറിനോട്. ഡോക്ടറെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡോക്ടർ, നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഒരുപാട് നല്ല സ്പോൺസറുകൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് ഫൈസലൊക്കെ വിളിക്കുമ്പോൾ കൂടെ ഉണ്ടാവണം അല്ലെ ഫൈസൽക്ക? നമ്മൾ വിളിച്ചാലും വരണം കേട്ടോ. നമ്മൾ വിളിച്ചാലും വരണം. അതെ, ഹൈദരാബാദാണ് മെയിൻ. ഇനി അടുത്ത് വിളിക്കാനുള്ളത് നീതൂസ് അക്കാദമി. നല്ല രീതിയിൽ സംസാരിച്ച നീതൂസ് അക്കാദമിയുടെ എല്ലാമായ നീതു, പ്ലീസ്. ഇത് കേരളത്തിൽ നിന്നും ഇന്ന് നേരിട്ട് ഇവിടെ എത്തിയത്. അതെ, ഈ ഒരു പ്രോഗ്രാം കാണാനും ഈ ഒരു പ്രോഗ്രാം മനോഹരമാക്കാൻ എത്തിച്ചേർന്നാണ് നീതൂസ് അക്കാദമിയിൽ നിന്നും. മൈജി എന്ന് പറയുന്ന മൈജി ഷാജിക്ക ഇല്ല. അപ്പൊ ഷാജിക്കയുടെ മൊമെന്റോ ഫൈസൽക്ക തന്നെയാണ് വാങ്ങുന്നത്. അവരാണ് സുഹൃത്തുക്കൾ. ഷാജിക്ക് വേണ്ടിയുള്ള മൊമെന്റോ ഫൈസൽക്ക അഖിലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിളിക്കാം. ചിലപ്പോ ഒരു മൊബൈൽ കിട്ടും.
കാരണം ബർത്ത്ഡേ വിളിച്ച മൊബൈൽ കൊടുത്തവരാണ്. ആളെയാണ് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത്. ഷെരീഫ് ഫ്രം ബി ഫേം. കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഷെരീഫ് ആൻഡ് ഫവാസ്. രണ്ടുപേരുണ്ട്. നല്ലൊരു കൈയടി. ഇനി വിളിക്കാനുള്ളത് നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിന്റെ മിസ്റ്റർ ഷാജഹാൻ. പ്ലീസ് ഒരിക്കൽ കൂടി നമ്മുടെ അഖിൽവായോട് റിക്വസ്റ്റ് ചെയ്യാണ് ഒരു മൊമെന്റ് കൂടി. ഇനി നല്ലൊരു അനൗൺസ്മെന്റ് ആണ്, വേറെ ഒന്നുമല്ല. ബീഫർവിന്റെ ഒരു പുതിയ ഷോറൂം ഷാർജയിൽ വരാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായ അഖിൽ ബ്രോനോട് പറയാണ്. മിസ്റ്റർ അഖിൽ മാരാർ, ഷാർജയിലുള്ള ഒരു ഷോറൂം വരുന്നല്ലോ ബീഫർവിന്റെ. തീർച്ചയായിട്ടും. അപ്പം ഇത് എത്രാമത്തെ ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ ഷാർജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? സ്റ്റോർ മൂന്നെന്നുള്ളത് 30, 300 ആയി മാറട്ടെ. ബിഫർബിന് ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും. സ്പോൺസർ ആയതിലും ഇങ്ങനത്തെ ഇത്തരം പ്രോഗ്രാമുകളെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. ഇനി എല്ലാവർക്കും കേട്ടോ, ബിഫർബിന് മാത്രമല്ല എല്ലാവർക്കും. നീതൂസ് അക്കാഡമിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഈ കടയമ്മ റിസോഴ്സിനും എല്ലാവർക്കും, മൈജിക്കും സ്പെഷ്യൽ സ്നേഹകാര്യം നമ്മുടെ ബിഗ് ബോസിന്റെ സ്പോൺസേഴ്സ് ആയിരുന്നു. അതെ അതെ അതെ. ഇനി നീതൂസ് പിന്നെ കേരളത്തിൽ നിന്നും അല്ല ഡോക്ടറിന് തീർച്ചയായിട്ടും നീതൂസ് അക്കാഡമി പ്ലീസ്. ഇവര് ഫൈസൽ കാക്കും അഖിൽമാരാന്റെ 2 ഗിഫ്റ്റുമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നിരിക്കുന്നത്. കമോൺ. ഫൈസൽ കാക്ക. എന്തായാലും നീതൂസ്